നമസ്കാരം. ഇന്ന് കുട്ടികളെ കുറിച്ചാണ്. പഠിക്കുന്ന കുട്ടികളുടെ ജീവൻ പൊലിയുന്നത് ഒരു തുടർക്കഥ പോലെ നാം കാണുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ഒരു പീരീഡ് നഷ്ടമായതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് മുതിരുന്നു. കോപ്പിയടി വിവാദത്തിൽപ്പെട്ട് മറ്റൊരു കുട്ടിയും ആത്മഹത്യ ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എന്തൊക്കെയാണ് ഇതിന് പരിഹാരം എന്നതിനെ സംബന്ധിച്ചും പലവിധ ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്റേതായ ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ അതിൽ ഏറ്റവും വലിയ നഷ്ടം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് എന്ന കാര്യം നാം മറക്കരുത്. ഞാനൊരു PTA മീറ്റിംഗിൽ പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇവിടുത്തെ ഈ സ്കൂളിലെ മീറ്റിംഗുകൾക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കുന്നത് 90% ആ കുട്ടിയുടെ അമ്മമാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം കുട്ടിയുടെ അച്ഛൻ പലപ്പോഴും സ്കൂളിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാകും. കാരണം ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് വരാനുള്ള പ്രയാസമാണ്, അമ്മ വീട്ടമ്മയാണ്, വീട്ടിലുണ്ട്, അതുകൊണ്ട് അമ്മ വരുന്നു എന്നൊക്കെ പറയാമെങ്കിലും ഒരു സ്കൂളിൽ മീറ്റിങ്ങുകൾക്ക് വിളിക്കുന്നത് ഒരു വർഷത്തിൽ 4-5 തവണയായിരിക്കും എന്ന് നമുക്കറിയാം. ഒരു വർഷത്തിൽ ഈ 5 തവണ അല്ലെങ്കിൽ 4 തവണ ഒരു സ്കൂളിലെ മീറ്റിംഗിൽ അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യത്തിനായി സ്കൂളിൽ പോകുന്നതിന് നമ്മുടെ ജോലി മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ ലീവ് എടുത്തുകൊണ്ട് അവിടെ പോകേണ്ടതല്ലേ? അത്രത്തോളം പ്രാധാന്യം അതിനില്ലേ എന്ന് നാം ചിന്തിക്കണം. അവിടെ അച്ഛനോ അമ്മയോ മാത്രമാണ് ഒരു മീറ്റിംഗിൽ പോകേണ്ടത് എന്നും അർത്ഥമാക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ മാതാവും പിതാവും ഒരുമിച്ചാണ് ഇത്തരം മീറ്റിംഗുകളിൽ പങ്കെടുക്കേണ്ടത്. അത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. വീട്ടിലല്ല സ്കൂളിലായാൽ പോലും ഒരു പ്രശ്നത്തിന് അച്ഛനും അമ്മയും ഒപ്പമുണ്ട് എന്നൊരു വിശ്വാസം അവരിൽ ഉടലെടുക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ ആ പ്രശ്നങ്ങൾ ഗൗരവതരമാകുമ്പോൾ മാത്രമാണ് ഇടപെടുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മാതാപിതാക്കൾക്ക് അവരുടേതായ തിരക്കുകളിൽ പെട്ടുപോകുമ്പോൾ അവർക്ക് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പലപ്പോഴും കഴിയാറില്ല. ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരു അവസ്ഥയാണ് പല കുടുംബങ്ങളിലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രധാന പ്രശ്നമായി നാം കാണേണ്ടിയിരിക്കുന്നു. വീട്ടിലായാലും കുട്ടികളോട് അച്ഛനും അമ്മയും ഒരു തവണയെങ്കിലും സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ മാതാപിതാക്കളോട് സംസാരിക്കാൻ അത്രത്തോളം താല്പര്യം ചില പ്രായങ്ങളിൽ ഉണ്ടായെന്ന് വരില്ല. എങ്കിൽ പോലും അവരോട് പഠനകാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ മാതാവും പിതാവും ഒരു തവണയെങ്കിലും സംസാരിക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ സ്കൂളിലെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. സ്കൂളിലെ ബുക്കുകളും പുസ്തകങ്ങളും ബാഗും ഒക്കെ അവർക്ക് നോക്കാം. അങ്ങനെ അവരുടെ പഠന കാര്യങ്ങളിൽ ഇടപെടുന്ന മാതാപിതാക്കളാവുക എന്നുള്ളതാണ് എപ്പോഴും പല കാര്യങ്ങളും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്നത് എന്നും നാം അറിയേണ്ടതുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള പല അബദ്ധ ധാരണകളും നമുക്ക് അറിയാവുന്നതാണ്. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ പല രക്ഷാകർത്താക്കളും പറയുന്നത്, ഇപ്പോൾ ഞാൻ സ്കൂളൊന്ന് മാറ്റുകയാണ്, പുതിയൊരു സ്കൂളിലേക്ക് മാറ്റുന്നു, അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു സ്കൂളാണ്, ഡിസിപ്ലിൻഡ് ആയ അച്ചടക്കം വളരെയുള്ള സ്കൂളാണ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്.
അങ്ങനെ മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു മാറ്റം ആ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. കാരണം ഈ അച്ചടക്കം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് എന്നൊക്കെ പറയുന്നത് കുട്ടികളെ തിരിയാനും പിരിയാനും സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഹോംവർക്ക് കൊടുത്ത് അല്ലെങ്കിൽ അവരെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതും പലയിടത്തും കുട്ടികളെ ആത്മഹത്യയിലേക്കും മറ്റും തള്ളിവിടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മറ്റൊന്ന് ഈ പരീക്ഷയിലെ മത്സരങ്ങളാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ആദ്യം മാതാപിതാക്കൾ മനസ്സിലാക്കണം, പിന്നെ അത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഈ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എപ്പോഴും നാം കാണുന്നത് പരീക്ഷയിൽ ഒന്നാമനാവുക എന്നുള്ളത് മാത്രമാണ്. അതിലപ്പുറം കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണവും നല്ല ശീലങ്ങൾ വളർത്തുക എന്നുള്ളതും ആ കുട്ടിയുടെ മാനസിക വികാസവും അവന് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതും ഈ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതും ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് മനനം ചെയ്ത് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കുകയും അത് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും വേണം. അല്ലാതെ ഒരു പരീക്ഷയിൽ മാർക്ക് കൂടുതൽ വാങ്ങുന്നു കുറവ് വാങ്ങുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. അതേസമയം അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഉപദേശം. അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ചിട്ടും അവർക്ക് ചിലപ്പോൾ വിജയമോ തോൽവിയോ ഒക്കെ സംഭവിച്ചിരിക്കാം. അതിന് നമ്മൾ അവർ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ അറിവിന്റെ അല്ലെങ്കിൽ കഴിവിന്റെ ഒരു നിലവാരം അത്രയാണ്. അവർ മറ്റു മേഖലകളിൽ ചിലപ്പോൾ കുറെ കൂടി ഉന്നതിയിലെത്തും എന്നുകൂടി അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. പരീക്ഷയിൽ വാങ്ങുന്ന മാർക്കുകൾക്കപ്പുറം കലാ കായിക സാഹിത്യ പ്രവർത്തനങ്ങളും ഒക്കെ മെച്ചപ്പെടുത്താനുള്ള വേദികളാണ് എന്നുകൂടി നാം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളുമായി ഒരു നല്ല ആശയവിനിമയം നടത്തേണ്ടത് മാതാപിതാക്കളാണ്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് കുട്ടിയെ ഒരു സ്കൂളിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചുമതല മുഴുവനോ അവിടുത്തെ അധ്യാപകർക്കായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു സ്കൂളിലുള്ള 100 or 1000 കുട്ടികളുടെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളിനോ ഒന്നും നോക്കാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് കഴിയാത്ത കാര്യം അവർ ചെയ്യണം എന്ന് ശാഠ്യം പിടിക്കുന്നതും ശരിയല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ സമയം ഒരു കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്ന് പല സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റുമാർ ഉണ്ട്, മനഃശാസ്ത്രജ്ഞർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ മാസത്തിൽ ഒരു തവണയെങ്കിലും കുട്ടികളുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാ സ്കൂളുകളിലും നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ പരീക്ഷ അടുക്കുന്ന സമയങ്ങൾ. ഇക്കാര്യത്തിൽ മാതാപിതാക്കളും അവർക്ക് ആത്മവിശ്വാസം വളർത്തേണ്ടതാണ്. ആപത്ത് ഘട്ടങ്ങളിൽ തങ്ങൾ അവരോടൊപ്പം നിൽക്കും എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ശിക്ഷിക്കുകയല്ല വേണ്ടത്, അവരെ സമാധാനിപ്പിക്കുകയും പിന്നീട് സന്ദർഭം വരുമ്പോൾ ആ തെറ്റുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുമാണ് വേണ്ടത്. അങ്ങനെ അവരുടെ ഒരു അവസാന അത്താണി എന്നുള്ള രീതിയിൽ എപ്പോഴും മാതാപിതാക്കൾ തങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഇത്തരം പ്രവണതകൾക്ക് ഒരു പരിധിവരെ കുറവ് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കോപ്പിയടിയിലേക്ക് വരാം. കോപ്പിയടി എന്നുള്ള പ്രശ്നം അതൊരു സർവ്വസാധാരണമായ പ്രശ്നമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് കേട്ടെഴുത്ത് നടത്തുന്ന അധ്യാപകൻ കുട്ടിയായ ഗാന്ധിജി കേട്ടെഴുതിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വാക്ക് തെറ്റിപ്പോയി. കെറ്റിൽ എന്ന വാക്കാണ് അദ്ദേഹത്തിന് തെറ്റുന്നത്. അപ്പോൾ സ്കൂളിൽ ഇൻസ്പെക്ടർ പരിശോധനയ്ക്ക് വരുന്നുണ്ട്.
അടുത്ത കുട്ടിയുടെ ബുക്ക് നോക്കി അത് കണ്ടെഴുതാൻ ഗാന്ധിജിയോട് ആംഗ്യം കാണിക്കുന്നു. പക്ഷേ ഗാന്ധിജിയുടെ സത്യസന്ധത അതിന് അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ ഗാന്ധിജി ആയതുകൊണ്ട് അധ്യാപകൻ പറഞ്ഞിട്ട് പോലും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണക്കാരൻ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇതേ കഥ ഒരു സ്കൂളിൽ കേട്ടെഴുത്ത് നടത്തിയപ്പോൾ അധ്യാപകൻ കുട്ടികളോട് പറയുന്നു, ഇങ്ങനെ ഗാന്ധിജി ഒരു കേട്ടെഴുത്തിൽ ഒരു വാക്ക് തെറ്റിക്കുകയും അപ്പോഴത്തെ അധ്യാപകൻ അടുത്ത കുട്ടിയുടെ ബുക്ക് നോക്കി എഴുതാൻ പറയുകയും ചെയ്തു. എന്നാൽ ഗാന്ധിജിയുടെ സത്യസന്ധത കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും ഗാന്ധിജിയെ മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് ആ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞത്. അപ്പോൾ ഒരു കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് സാറിനോട് പറയാനുള്ളത് സാറും ആ സാറിനെ മാതൃകയാക്കണം എന്നാണ്. കോപ്പിയടി എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് പൊതുവെ ഒരു ധാരണ തികച്ചും കുട്ടികൾക്കിടയിൽ വ്യാപകമായി വന്നിട്ടുണ്ട്. ഇനി കോപ്പിയടിയെ കുറിച്ച് കേട്ട ചില പ്രതികരണങ്ങളാണ്. ഒരുത്തൻ പറയുന്ന കേട്ടത്, ഞാനും ഇതുപോലെ പണ്ട് ഹാൾ ടിക്കറ്റിന്റെ പുറകിൽ എഴുതിക്കൊണ്ടു പോയിട്ടുണ്ട്. അന്ന് അവിടെ നിന്ന് അധ്യാപകൻ ഹാൾ ടിക്കറ്റ് എടുത്ത് മറിച്ചു നോക്കി അത് കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നിട്ട് ആ സാറ് പറഞ്ഞത്, ഇടാ മണ്ട, നീ 10ാം ക്ലാസ് വരെ എത്തിയില്ലേ, ഇതുവരെ നേരെ തുണ്ടുവയ്ക്കാൻ പോലും പഠിച്ചില്ലേടാ, ആരെങ്കിലും ഇതുപോലെ ഹാൾ ടിക്കറ്റിന്റെ പുറകെ എഴുതിക്കൊണ്ടുവരുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. എന്തായാലും ആ സാറ് ഹാൾ ടിക്കറ്റ് മാറ്റി വെച്ചിട്ട് എന്നോട് പരീക്ഷ എഴുതാൻ പറഞ്ഞതുകൊണ്ട് അന്ന് പരീക്ഷ എഴുതാൻ പറ്റി, ഞാൻ തോറ്റുപോവുകയും ചെയ്തു എന്നാണ് അവൻ പറഞ്ഞത്. മറ്റൊരു കുട്ടിയുടെ അനുഭവം പറഞ്ഞത്, ഈ തുണ്ടോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലോ ഒക്കെ എഴുതാൻ അവന് പേടിയാണ്. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, സാറ് പിടിക്കുമെന്നുള്ള പേടിയുണ്ട്. അപ്പൊ അവര് പരീക്ഷയ്ക്ക് മുമ്പ് അല്പസമയം 5 മിനിറ്റെങ്കിലും മുമ്പ് ക്ലാസ്സിൽ കയറാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് എഴുതിയിടാൻ നോക്കും. അങ്ങനെ അവൻ അതേ സീറ്റ് നോക്കി, അപ്പോ ചുവരിൽ എഴുതിയിടാം എന്ന് വിചാരിച്ച് വളരെ നീളമുള്ള ഒരു ഫോർമുലയാണ്, മാത്സിന്റെ മനസ്സിൽ നിൽക്കാത്ത ഒരു ഫോർമുലയാണ് അവൻ ചുവരിൽ എഴുതിയിട്ടത്. കുറച്ചു കഴിഞ്ഞ് വന്ന് സീറ്റിലിരുന്ന് നോക്കിയപ്പോൾ നേരെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഡെസ്കിൽ ഒന്നുകൂടെ മുമ്പിൽ എഴുതിയിട്ടു. എന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ ഡെസ്കിൽ അഴുക്കിനിടയിൽ അത് വായിക്കാൻ പറ്റുന്നില്ല. അടുത്ത് വീണ്ടും ബെഞ്ചില് ഒന്ന് എഴുതിയിട്ടു. പിന്നെ അവസാനം നിവൃത്തിയില്ലാതെ കയ്യിൽ തന്നെ എഴുതി. ഇങ്ങനെ പലയിടത്ത് എഴുതി എന്നാണ് പറയുന്നത്. പിന്നീട് അവനോട്, നീ എവിടെ നോക്കിയാണ് പരീക്ഷയ്ക്ക് എഴുതിയത് എന്ന് ചോദിച്ചപ്പോ അവന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു, ഒരിടത്തും നോക്കേണ്ടി വന്നില്ല, ഞാൻ അല്ലാതെ തന്നെ എഴുതി. കാരണം 5-6 വട്ടം അവിടെ ഇവിടെയൊക്കെ എഴുതിയപ്പോ അത് കാണാതെ തന്നെ എനിക്ക് മനസ്സിലായി എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള മാർഗം. അത് ചെയ്യാതെ നമ്മൾ ഇത്തരം എളുപ്പമാർഗങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് പോയ ഒരു പയ്യൻ തിരികെ വന്ന് പറഞ്ഞതാണ്, ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ കയ്യിൽ 5 ഫോർമുല എഴുതിയിട്ടുകൊണ്ട് പോയി. അവിടെ പോയപ്പോഴാണ് സോപ്പ് കൊണ്ട് കൈ കഴുകി സാനിറ്റൈസറും തേക്കാൻ പറഞ്ഞത്, അത് ഞാൻ ഓർത്തില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും കോപ്പിയടിയെ സംബന്ധിച്ച് പലരും വളരെ നിസ്സാരമായി കേട്ടിട്ടുണ്ട്. ഇനി അധ്യാപകരുടെ ഭാഗത്തു നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പല അധ്യാപകരും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അവിടുത്തെ അധ്യാപകർ തന്നെ കുട്ടികൾക്ക് ചില ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് കുട്ടികൾ തന്നെ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില അധ്യാപകർ പുറത്തിറങ്ങി നിന്ന് പരിശോധനയ്ക്ക് ആള് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാറുണ്ട്. ആ സമയം കുട്ടികൾ അകത്ത് കണ്ടെഴുതുന്ന ഒരു പ്രവണതയുണ്ട്. വളരെ അപൂർവമായി അതിനേക്കാൾ ഗൗരവതരമായ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരു കോളേജിൽ ഒരിക്കൽ പുസ്തകം തന്നെ കുട്ടികൾ മാറി മാറി എടുത്തുവെച്ച് എഴുതിയ ഒരു സംഭവം ഉണ്ടായി. അത് പിന്നീട് അതിന്റെ വാല്യുവേഷൻ സമയത്താണ് അത് പിടിക്കപ്പെടുന്നത്. അതിന്റെ കാരണമായി കണ്ടെത്തിയത്
ആ പുസ്തകത്തിൽ നിന്ന് പകർത്തി എഴുതിയ കൂട്ടത്തിൽ അതിൽ ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു വാചകം ബ്രാക്കറ്റിനുള്ളിൽ സി ഫിഗർ 12 എന്ന് കൊടുത്തിരിക്കും. ഒരു കുട്ടി അതും കൂടി പകർത്തി വെച്ചു, സി ഫിഗർ 12. അങ്ങനെ ഒരു ഫിഗറോ ഒന്നും ആ ഉത്തരത്തിൽ ആവശ്യമില്ല. അപ്പോ ആ ഫിഗറും അതിനകത്തില്ല, 12ഉം ഇല്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ടാണ് ഇത് പകർത്തി എഴുതിയത് എന്ന് കണ്ടെത്തുകയും അത് മറ്റു കുട്ടികളുടെ പേപ്പറുകൾ നോക്കിയപ്പോൾ അതിലും സമാനമായ ഉത്തരം കാണുകയും ചെയ്തു. അങ്ങനെ അത് പിന്നീട് പിടിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചില അധ്യാപകർ ഇത്തരം അവസരങ്ങളിൽ ഒരു കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടുവന്ന തുണ്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ വലുതായി ഉപദ്രവിക്കണ്ട എന്ന് വിചാരിച്ച് ആ കുട്ടി പിന്നിലിരിക്കുന്ന ആ കുട്ടിയുടെ നമ്പർ അനുസരിച്ചുള്ള സീറ്റ് പിന്നിലാണെങ്കിലും ആ കുട്ടിയെ വിളിച്ച് മുൻപിലത്തെ സീറ്റിൽ കൊണ്ടിരുത്തുകയും അവിടെയുള്ള കുട്ടിയെ പിന്നിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ട് ഇനി ഇതൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് അധ്യാപകന്റെ നേരെ മുൻപിലിരുത്തുമ്പോൾ പിന്നീട് അവൻ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ ആ പരീക്ഷ എഴുതുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റു ചില അധ്യാപകർ ചെയ്യുന്നത് കുറെ കൂടി കടന്ന ഉള്ള രീതി, ആ പരീക്ഷയ്ക്ക് ശേഷം അവന്റെ കയ്യിൽ നിന്ന് തന്നെ വീട്ടിലെ നമ്പർ വാങ്ങിയിട്ട് രക്ഷകർത്താക്കളെ വരുത്തി ഇങ്ങനെ കുട്ടി ഒരു മോശമായ കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് നമ്മുടെ ഒരു സന്മനസ്സുകൊണ്ട് അവനെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു, ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന് വീട്ടുകാരെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് അവനെ പറഞ്ഞയക്കുകയും എന്നാൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും ചെയ്യുന്ന അത്രത്തോളം ഒരു വിശാല മനസ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ മനസ്കരായ അധ്യാപകരെയും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പരീക്ഷയെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ വലിയ ഒരു മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അധ്യാപകരും ഒരു പരിധിവരെ മെന്റൽ ടെൻഷനിലാണ് എന്നാണ് അധ്യാപകർ പലരും പറയുന്നത്. കാരണം ഒരു സമയ പരിധിക്കുള്ളിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ ചെയ്യുക, അതിനിടയിൽ ഈ എല്ലാവരുടെയും സിഗ്നേച്ചർ വാങ്ങുക, ഇത് ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ചില കുട്ടികൾ ഇതുപോലെ കോപ്പിയടി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിക്കുക, ഇതെല്ലാം ഈ കൃത്യമായ സമയത്തിനുള്ളിൽ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു ടെൻഷൻ അധ്യാപകർക്കുമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കുട്ടിയെ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായി പിടിക്കപ്പെടുകയാണെങ്കിൽ, കോപ്പിയടിക്കോ മറ്റോ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് അധ്യാപകനെ സംബന്ധിച്ചും ഒരു പുലിവാല് പിടിച്ചതുപോലെയാകുന്നു എന്നുള്ളതാണ് സത്യം. കാരണം പിന്നീട് അതിന്റെ അന്വേഷണങ്ങൾക്കൊക്കെ ഈ അധ്യാപകനും അതിന്റെ പുറകെ പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ കുട്ടിയും ആ കുട്ടിയുടെ കൂടെ ഉള്ളവരുമൊക്കെ ഈ അധ്യാപകനെ കുറിച്ച് പരാതി പറയുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അധ്യാപകനെയും പിന്തുടരും എന്നുള്ളത് കൊണ്ട് തന്നെ അധ്യാപകരാരും മനഃപൂർവ്വം ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയില്ല. കഴിയുന്നിടത്തോളം ഒഴിഞ്ഞു പോകാനാണ് പലരും ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നവുമുണ്ട്. PSC ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അധ്യാപകൻ ഇത്തരം കോപ്പിയടിക്ക് നേരെ കണ്ണടയ്ക്കുകയാണെങ്കിൽ അതിന്റെ പേരിലും പരാതികൾ ഉണ്ടാകാം. അപ്പോഴും ഈ അധ്യാപകൻ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടി വരുന്നത്. ഇങ്ങനെ ഈ 2 വശവുമുണ്ട്. കോപ്പിയടി പിടിച്ചാൽ അതിന്റെ പേരിലുള്ള പരാതികളും പ്രശ്നങ്ങളും, കോപ്പിയടി പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ പേരിലും. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ഹാളിൽ അവിടുത്തെ ഒരു പ്രത്യേക സൗകര്യമനുസരിച്ച് ആ ഹാളിലിരിക്കുന്ന കൂടുതൽ പേരും കോപ്പിയടിക്കുന്നു. അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ കോപ്പിയടിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കുട്ടിക്ക് പോലും താൻ പിന്നിലായി പോകുമോ എന്നുള്ള ഒരു ചിന്തയിൽ ആ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കോപ്പിയടിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും എന്നുള്ളതും ഒരു മനഃശാസ്ത്രപരമായ കാര്യമാണ്. അങ്ങനെ മറ്റുള്ളവരൊക്കെ കണ്ടെഴുതുന്നു, ഞാനിനിയിപ്പോ കണ്ടെഴുതാതെ പിന്നിലായി പോയാലോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ചില കുട്ടികൾക്കെങ്കിലും, പഠിക്കുന്ന കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. അതവിടുത്തെ സാഹചര്യമാണ്. ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ PSCയുടെയൊക്കെ പല വിവാദ കോപ്പിയടികളുമൊക്കെ നമ്മൾ അറിഞ്ഞു, കോടതിയിലെത്തിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുകയുണ്ടായി. പലപ്പോഴും അർഹരായവരെ പിന്തള്ളിക്കൊണ്ട് ഇതുപോലെ കോപ്പിയടിക്കാർ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ തെറ്റാണെന്ന് വിചാരിക്കുന്നവർ തങ്ങൾ പിന്നിലായി പോയല്ലോ, അല്ലെങ്കിൽ തങ്ങൾ ഇനി ആ മാർഗം സ്വീകരിക്കണോ എന്നുള്ള സംശയങ്ങളൊക്കെ ചില കുട്ടികൾക്കെങ്കിലും ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം
പല പ്രശ്നങ്ങൾ ഇതിൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഒരു സങ്കീർണമായ പ്രശ്നമാണ്. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും പരീക്ഷാ രീതികളും സമൂഹത്തിന്റെ കാഴ്ചപ്പാടും അതിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ, അതുകൊണ്ട് തന്നെ ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഞാൻ പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതി ആ പരീക്ഷയിൽ എനിക്ക് കിട്ടേണ്ടതായ മാർക്ക് ഞാൻ വാങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഒരു വിദ്യാർത്ഥി പരീക്ഷയെ സമീപിക്കുക എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. അതിനുള്ള ഒരു ആത്മവിശ്വാസവും ധാർമ്മിക ബോധവുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിന് താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ദൃശ്യമാകുന്ന ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിനായി ഇതിന്റെ അവസാനം ദൃശ്യമാകുന്ന വീഡിയോ ഫ്രെയിമുകളിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.